എന്താണ് ഈ തന്ത്രങ്ങളെ ഞങ്ങൾ വിളിക്കേണ്ടത്? രാജതന്ത്രമെന്നോ അതോ? ഇന്ന് ബ്രസീൽ എന്ന് കേട്ടാൽ പലരും ചിരിക്കും. ഈ വേൾഡ് കപ്പ് യാത്ര പോലും അങ്ങനെയാണ് ആരംഭിക്കുന്നത്. മൊറോക്കോയുമായി സമനില നേടി അവസാനിപ്പിക്കുമ്പോൾ ഈ ടീം കൊണ്ടിവർ എന്ത് കാണിക്കാനാണ് എന്നായിരുന്നു വിമർശക വായാട്ടം. ഗ്രൂപ്പ് കടന്നാലും ജപ്പാന്റെയോ ഡച്ചിന്റെയോ കാലിനടിയിൽ നാണം കെട്ടി തീരും എന്നൊരു വിധിയെഴുത്തും. എന്നാൽ ഹെയ്തിയുമായുള്ള മത്സരം 3 ഗോളുകൾക്ക് വിജയിച്ച് കയറുമ്പോൾ അല്പമൊന്ന് പരിഹാസം താഴ്ന്നത് കാണാം. പക്ഷേ ഈ ചെറിയൊരു ടീമിനായി കളിച്ച് ജയിച്ചതിനാണോ തിരിച്ചുവരവ് എന്നായി വാദം. ഒടുവിൽ സ്കോട്ട്ലൻഡ്, റോബർട്ട്സൺ ഉൾപ്പെടെ മക്ഡോമിനി അടങ്ങുന്ന ഡിഫൻസ് ഗെയിമിംഗ് സിസ്റ്റം ബ്രസീൽ താണ്ടില്ല എന്നായി. പക്ഷേ അവിടെയും വീണില്ല ബ്രസീൽ. ഗ്രൂപ്പിലെ 3 മത്സരവും തോൽവി അറിയാതെ 6 ഗോളുകളോടെ ഗ്രൂപ്പ് ജേതാക്കളായി 32ലേക്ക്. ഇനി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങളുടെ നാവട്ടമെല്ലാം അടങ്ങിയോ? അങ്ങനെയൊരു ധാർഷ്ട്യം കൂടെയുണ്ട് ബ്രസീലിൻ്റെ ഈ നെറുകയിൽ നിന്നുള്ളൊരു പ്രവേശനത്തിന്. ഡച്ചോ ജപ്പാനോ എന്ന ചോദ്യത്തിന് ഉത്തരം ജപ്പാൻ എന്ന് തന്നെയാകുന്നുണ്ട്. യൂറോപ്പിനെ ഭയപ്പെടുത്തുന്ന 4 വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഏഷ്യയിലെ ഭൂതങ്ങൾ. അപ്പോൾ ജപ്പാൻ ബ്രസീലിനെ തീർത്തോളുമല്ലേ? അങ്ങനെയാണ് പുതിയ പ്രവചനങ്ങൾ. എവിടെയാണ് ഈ വേൾഡ് കപ്പിൽ ബ്രസീലിൻ്റെ കഥ ചെന്നെത്തി നിൽക്കുന്നത്? മൊറോക്കയിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം. ലോകം ഏറെ ചർച്ച ചെയ്യുന്ന ടീം, ഏത് വമ്പന്മാരെയും മുട്ടുകുത്തിക്കാനും അട്ടിമറിക്കാനും സാധിക്കുന്ന ആഫ്രിക്കൻ കരുത്തന്മാർ. ഹക്കീമി പറഞ്ഞു വെക്കും പോലെ ആഫ്രിക്കയിലെ ബ്രസീൽ എന്നാണ് ഞങ്ങളെ പലരും വിളിക്കുന്നത്. റാങ്ക് ലിസ്റ്റിലാകട്ടെ ബ്രസീൽ ടീമിന് തൊട്ടു താഴെയും. അങ്ങനെ ആരെയും അധിക്ഷേപിക്കുന്ന കഥ കൂടിയാണ് അവരുടേത്. കൂടാതെ സ്പീഡ് ആൻഡ് ഫിസിക്കൽ ഗെയിം അഡോപ്റ്റ് ചെയ്ത അധിക പ്രസരവും. അപ്പോൾ അവരെ സൂക്ഷ്മമായി തന്നെ കൈകാര്യം ചെയ്യണം. അവിടെ പഴയ പ്രതാപം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ആദ്യ ഗെയിം, താരങ്ങളിൽ ആശങ്കകൾ, ആവേശം കാണിക്കാതെ പോരായ്മകൾ കണ്ടെത്തി തിരുത്താനുള്ള വേദി കൂടിയാണത്. കമ്മ്യൂണിക്കേറ്റ് ആവാനുള്ള ചാൻസ്. അങ്ങനെ ഡിഫൻസ് ഗെയിമിലേക്ക് ചുരുങ്ങാൻ ബ്രസീൽ മനഃപൂർവ്വം തീരുമാനിക്കുകയായിരുന്നു. വിനിയുടെ ഗോളിനും അപ്പുറം ബ്രസീലിന് ഒന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല. പക്ഷേ ഹെയ്തിയുമായി ബ്രസീൽ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെയാണ് കളിച്ചത്. കുറവുകൾ നികത്തി എതിരാളികളുടെ പഴുതുകൾ അപ്പാടെ അടച്ച് മുന്നേറ്റത്തിന് സ്വാതന്ത്ര്യം നൽകിയ പ്ലാൻ അത് 3 ഗോളിൽ അവസാനിപ്പിക്കുന്നുണ്ടവർ. അറ്റ് ലാസ്റ്റ് സ്കോട്ട്ലൻഡ് താണ്ടില്ല എന്ന മുൻവിധിയെ തീർത്തൊരട്ടഹാസവും. അതെ, ഇത് ബ്രസീലാണ്. അങ്ങനെ ഒരു ധ്വനി കൂടി ഉണ്ടായിരുന്നു ആ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്. അതും പഴയ ബ്രസീലല്ല. മുകളിൽ പറഞ്ഞു വച്ചതുപോലെ പ്രീ പ്ലാൻ ചെയ്ത് ബ്ലൂ പ്രിൻ്റ് എടുത്ത് എപ്പോൾ എവിടെ ആരോട് എങ്ങനെയെന്നെല്ലാം മുന്നേ കണക്കുകൂട്ടി നിൽക്കുന്ന ഇരകളെ വേട്ട അവസാനിപ്പിച്ചു എന്ന് തെറ്റിദ്ധരിപ്പിച്ച് വാരിക്കുഴിയൊരുക്കി കാത്തിരുന്ന ബ്രസീൽ. ഇരകളെല്ലാം വീണ് കഴിഞ്ഞു, അല്ല വീഴ്ത്തിക്കഴിഞ്ഞു. വരാൻ പോകുന്ന ഇരകളെ, ജപ്പാന്റെ ഭൂതങ്ങളെ വീഴ്ത്താനുള്ള പദ്ധതി വരെ ബ്രസീൽ ക്യാമ്പിൽ ഒരുങ്ങുന്നുണ്ടാകുന്നു. ഇനി വേട്ടക്കാരൻ ആരാണെന്നല്ലേ ചോദ്യം. അതെ, സെൽക്കാവോ പണയം വെച്ച് കൊണ്ടുവന്നപ്പോൾ പലരും എഴുതിത്തള്ളിയ ഒരാളുണ്ടല്ലോ. നിങ്ങളെല്ലാവരും പുച്ഛിച്ചു കഴിഞ്ഞ മനുഷ്യൻ. പക്ഷേ നിങ്ങൾ അറിഞ്ഞില്ല, അയാളുടെ തലയിൽ ചൂടിയ കിരീടത്തിൽ എഴുതി വെച്ചിട്ടുള്ളത് വെട്ടിപ്പിടിച്ച ചരിത്രങ്ങളാണെന്ന്. നിങ്ങൾ സദാ പരിഹസിക്കും തരം തന്നെ പറഞ്ഞു വയ്ക്കാം. അയാളുടെ പുരികമൊന്ന് പൊന്തിയാൽ എതിരാളികളുടെ ഉള്ളം പൊള്ളുന്നൊരു കാലമുണ്ടായിരുന്നു. യൂറോപ്പിലെ സർവ്വതും തീർക്കാൻ പോന്ന ഒന്നായിരുന്നു അത്. അതിൻ്റെ പകുതി മതി ഇവിടെ. അതെ, ആ മഹാവേട്ടക്കാരൻ കാർലോ, ഡോൺ കാർലോ. എല്ലാം എക്സിക്യൂട്ട് ചെയ്ത് ചൂയിങ്കം ചവച്ച അയാൾ വരയ്ക്കപ്പുറം ഒന്നും അറിയാത്തവനെ പോലെ നിൽക്കുന്നത് കാണാം. ഇൻ്റർനാഷണൽ ഫ്ലോപ്പ് വിനിയുടെ മൂർച്ച എന്താണെന്നും അതെങ്ങനെ ഉപയോഗിക്കണമെന്നും അയാൾ ഈ ലോകത്തോട് ഇന്നോളം പറയാതെ പറഞ്ഞു കഴിഞ്ഞു. ഒടുക്കം തലച്ചോറ് കൊണ്ട് 3 കടന്നിരിക്കുന്നു. ഇന്നോളം പടർന്ന നെയ്മർ കാർലോ പ്രൊമോഷൻ സ്റ്റോറി ഇന്ന് എവിടെ ചെന്ന് നിൽക്കുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വേൾഡ് കപ്പിൻ്റെ യുദ്ധത്തിലേക്ക് ബ്രസീലിനെ മാറ്റിയെടുത്ത് തിരിച്ചു കൊണ്ടുവന്നു. കുറവുകൾ നികത്തി വലിയ മഹായുദ്ധങ്ങൾക്ക് തയ്യാറെടുക്കുന്ന നേരം അയാളെ അങ്ങ് കൂളായി കളത്തിലേക്ക് ഇറക്കി വിടുന്നുണ്ട് അയാൾ. എന്ത് കഥയാണ് ഈ നടക്കുന്നതല്ലേ? നമുക്ക് ഒന്ന് മാത്രമേ ചെയ്യാനുള്ളൂ. വരാൻ പോകുന്ന കാർലോയുടെ ബ്രസീൽ സൃഷ്ടിക്കാൻ പോകുന്ന ദൃഷ്ടാന്തങ്ങൾ ദർശിക്കാൻ കാത്തിരിക്കുക. ഒടുവിൽ ആ ഫിലോസഫിയറോട്, അല്ല ആ വേട്ടക്കാരനോട് ചോദിക്കാൻ ഒരു ചോദ്യവും തയ്യാറാക്കി വയ്ക്കുക. എന്താണ് ഈ തന്ത്രങ്ങളെ ഞങ്ങൾ വിളിക്കേണ്ടത്? രാജതന്ത്രമെന്നോ അതോ? By their mystique, no group of players carries greater privilege than